ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയേട്ടയുടെ മുമ്പിൽ തന്നെ അപ്പു പറയുന്നുണ്ട്, എടി നിന്നെ കൊണ്ട് ആ സ്ത്രീയെ അമ്മ എന്ന് വിളിപ്പിച്ചത് ഞാനാണ്. അപ്പം ഞാൻ തന്നെ പറയുവാണ്, നിന്റെ അമ്മയും മമ്മിയും എല്ലാം ഞാനാണെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ദേവിയേട്ടയ്ക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആവാട്ടോ. ദേവിയേട്ടി പക്ഷെ ഇതൊന്നും പുറമെ കാണിക്കുന്നില്ല. ആ വിഷമവും കാര്യങ്ങളൊക്കെ ആവാണ്. മാത്രമല്ല അപ്പോൾ അല്ലാണ്ട് തന്നെ കുഞ്ഞിനെ ദേവിയേട്ടനും പാട്ടിനും അകറ്റുന്നുണ്ട്. ആ കുഞ്ഞത് താങ്ങാവുന്നതിലപ്പുറമാണ്. മുമ്പ് കണ്ണനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടാക്കി ഈ കുടുംബം ഈ വഴിക്കാക്കി പ്രശ്നങ്ങളിലാക്കി വെച്ചത്. അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ അപ്പു ആയിട്ട് തുള്ളാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുടുംബത്തെ ശരിക്കും വല്ലാത്ത അവിടെ പിടിച്ച് കുലുക്കുവാണ്. അത് മാത്രമല്ല അഞ്ചും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവിയെടുത്ത് പറയണ്ട, എല്ലാത്തിനും കാണാൻ ദേവിയെടുത്ത് തന്നെയാണ്. എല്ലാവരും സ്നേഹിച്ച് തലയിൽ വെച്ച് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചു ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവൂട്ടിക്ക് ഈ അപ്പൂൻ്റെ പ്രഷറും കാര്യങ്ങളും താങ്ങാൻ പറ്റാണ്ട് സഹിക്കാൻ പറ്റണ നമ്മുടെ ദേവൂട്ടി ഭയങ്കര സീരിയസ് അവസ്ഥയിൽ ICUവിൽ അഡ്മിറ്റ് ആവുക കേട്ടോ. അപ്പോഴാണ് അപ്പൂക്ക് കുറ്റബോധവും കാര്യങ്ങളൊക്കെ വരുന്നത്. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അപ്പൂൻ്റെ കൈയും കാലൊക്കെ തളർന്ന് അപ്പൂനെ മാനസികമായിട്ട് അങ്ങനെ ഇരുന്ന് പോവാണ്. പക്ഷെ അപ്പൂനെ ഒന്ന് അതേപോലെ സഹതാപോ അതുപോലെ തന്നെ അപ്പൂനെ കരയുന്ന അപ്പൂനെ സമാധാനിപ്പിക്കാനൊന്നും ഹരി പോകുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ അപ്പു വരുത്തി വെച്ചതാണല്ലോ. അപ്പു തന്നെയാണ് ഈ കുഞ്ഞ് ഈ അവസ്ഥയിലാവാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഹരിക്ക് ആ ദേഷ്യം അപ്പുവിനോട് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് പ്രൊമോ ആണ് ഇപ്പോൾ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.